ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനപ്രഘോഷണങ്ങൾ കേൾക്കുന്നവരെ രണ്ട് കൂട്ടരായി തരംതിരിക്കാം. ഒരു കൂട്ടർ കർത്താവിൻ്റെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ. രണ്ടാമത്തെ കൂട്ടർ ഉപദേശങ്ങൾ കേൾക്കുന്നു, പക്ഷേ അവ പാലിക്കുന്നില്ല. ഈ രണ്ട് കൂട്ടരെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഒരു കൂട്ടർ ബുദ്ധിയുള്ളവരും മറ്റേ കൂട്ടർ മൂഢരുമാണെന്നാണ്. ബുദ്ധിയുള്ള മനുഷ്യനെ പാറമേൽ വീട് പണിത മനുഷ്യനോട് താരതമ്യം ചെയ്യുന്നു. മൂഢനായ മനുഷ്യൻ പണിത വീട് മണലിന്മേലായിരുന്നു. വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റടിച്ചപ്പോൾ വീടിന്മേൽ അലച്ചു. അപ്പോൾ അത് വീണു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. എന്നാൽ പാറയിൽ പണിത വീട് സ്ഥിരതയോടെ നിലനിൽക്കും. പാറ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. മനുഷ്യൻ്റെ രക്ഷയുടെ അടിസ്ഥാനം കർത്താവായ യേശുക്രിസ്തുവാണ്. സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു ക്രൂശിൽ സ്വയം യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടുന്നു. അവൻ പാറമേൽ വീട് പണിത മനുഷ്യനോട് സദൃശനാകുന്നു. പ്രിയ സ്നേഹിത, നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ.